ടൈം ഫ്രെയിം ഡിക്ലെയർ ചെയ്യാൻ പോകുക ഗവൺമെന്റ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൺസെഷൻ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ ചുമതലകൾ ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റിന്റെ ചുമതലകളായിരുന്നു റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി. 10 വർഷം ആമ ഇഴയുന്ന വേഗത പോലും അതിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾ തുടങ്ങുന്ന ഒരു വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കയറ്റുമതി ഇറക്കുമതി ആരംഭിക്കുന്നതിന്റെ 100 ഇരട്ടി ഗുണം നമുക്ക് കിട്ടുമായിരുന്നു. ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾ തീരുമാനിച്ചെന്താ, റിംഗ് റോഡിന് വേണ്ടിയിട്ടുള്ള 12,000 കോടി രൂപയുടെ പ്രോജക്ട് ലാൻഡ് അക്വിസിഷന് കേരളം കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് 1,600 കോടി കൊടുക്കണമെന്ന്. അത് കൊടുക്കാതെ വെറ്റിവെച്ച് ഇപ്പോ ലാൻഡ് അക്വിസിഷന് 3,200 കോടിയായി. ഈ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ തീരുമാനിച്ചു 3,200 കോടി കൊടുക്കാൻ. കാരണം എന്തായാലും റോഡ് കണക്ടിവിറ്റി വേണം. അത് വളരെ വേഗത്തിൽ, കേരളത്തിൽ ഇതുവരെ നടക്കാത്ത വേഗത്തിൽ ആ ലാൻഡ് അക്വിസിഷൻ നടക്കും. അതിനു വേണ്ടിയിട്ടുള്ള പുതിയ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള പുതിയൊരു പ്രോട്ടോകോൾ തന്നെ ഗവൺമെന്റ് തയ്യാറാക്കിയാണ്. റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഈ ഇത്രയും ദിവസത്തിനിടയിൽ ഞങ്ങൾ പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു ഡൽഹിയിൽ. ഞങ്ങൾ സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഈ പോർട്ടിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ 3 ഡിപ്പാർട്ട്മെന്റുകളുമായി ഞങ്ങൾ ചർച്ച നടത്തി. ഞങ്ങൾ ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു ടൈം ഫ്രെയിം പ്രഖ്യാപിച്ച് ആ ടൈം ഫ്രെയിമിന് ഉള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ദേശീയപാത നിർമ്മാണം വേഗത്തിലാക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഞാൻ തന്നെ പങ്കെടുത്ത ദേശീയപാത അതോറിറ്റിയുടെ ആളുകളുമായിട്ടുള്ള ചർച്ചകൾ നടത്തി, വിശദമായ ചർച്ചകൾ, ഓരോ സെക്ടറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തി. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ ചർച്ചകൾ തുടരുകയാണ്. ഇന്നും നാളെയുമായിട്ട് ആ ചർച്ചകൾ തുടരുകയാണ്. വീണ്ടും വേഗത്തിലാക്കാൻ ഏറ്റവും സ്ലോ ആയ റീച്ചുകളുടെ കംപ്ലീറ്റ് കണക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഏറ്റവും സ്ലോ ആയ റീച്ചുകൾ, പ്രശ്നങ്ങളുള്ള റീച്ചുകൾ, പരാതികളുള്ള റീച്ചുകൾ എല്ലാം എടുത്തിട്ട് ഞങ്ങൾ അവർക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൂടി പങ്കെടുത്ത സുദീർഘമായ ഒരു യോഗം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നടന്നു. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. ഞങ്ങൾ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഞാനിപ്പോഴല്ലേ നിങ്ങളെ കാണുന്നത്, അതിശക്തമായ നിലപാട് ഞങ്ങൾ പണ്ട് മുതലേ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല. ത്രൂ ഗവൺമെന്റ് ആണ് ഒരു ഉദ്യോഗസ്ഥനെ ഗവർണർ വിളിക്കേണ്ടതെന്നുള്ള നിലപാട് UDF നിലപാടാണ്. ആ നിലപാട് വളരെ കൃത്യമാണ്. ഇത് ഇപ്പോൾ മാത്രമല്ലല്ലോ ഇത് നടക്കുന്നത്. 2018 ഒക്ടോബറിൽ ജസ്റ്റിസ് സദാശിവം ഗവർണറായിരുന്നപ്പോ DGP ലോക്നാഥ് ബെഹ്റയെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചത്. ഇന്ന് ലോകഭവനല്ല. 2023 ഡിസംബറിൽ ഗവർണറുടെ കാറിന് നേരെ SFI പ്രവർത്തകർ അക്രമം അയച്ചുവിട്ടതിന്റെ പേരിൽ ചീഫ് സെക്രട്ടറിയെയും DGPയെയും രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചു. IPC 124 വകുപ്പ് പ്രകാരം കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തു. ഇതൊക്കെ സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിവാദമായ മലപ്പുറം പ്രസംഗത്തിന്റെ പേരിൽ ഗവർണർ ആരിഫ് ഖാൻ 2024 ഒക്ടോബർ 7 ചീഫ് സെക്രട്ടറിയെയും DGPയെയും രാജ്ഭവനിലേക്ക് വിളിച്ചിരുന്നു. ഇതൊക്കെ വാർത്തകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഓർമ്മപ്പെടുത്താൻ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോ ഞാൻ തന്നെ വിചാരിച്ചത് ആദ്യമായിട്ടാണ് ഒരു ഉദ്യോഗസ്ഥനെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് വിചാരിച്ചത്. നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അന്നും പ്രതിഷേധിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രതിഷേധിച്ചു. അതുമായി ബന്ധപ്പെട്ട പരിശോധന പൂർത്തിയായി. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉടനുണ്ടാവും. ഒന്ന്, കായിക വകുപ്പ് സെക്രട്ടറി തന്ന പരാതിയുടെ പുറത്തുള്ള തീരുമാനം, അതിന്റെ പരിശോധന പൂർത്തിയായി. എന്ത് നടപടികൾ സ്വീകരിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്ത് അത് ബന്ധപ്പെട്ട വകുപ്പിന് അയച്ചു കൊടുക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം GST വകുപ്പ് അന്വേഷണം നടത്താൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. GST തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്രാഥമികമായി പറഞ്ഞു. അതിപ്പോ ഞങ്ങൾ കണ്ടുപിടിച്ച കാര്യമല്ല, ശരിക്കും LDF ഗവൺമെന്റ് തന്നെ കണ്ടുപിടിച്ചതാണ്. അന്നത്തെ കാലത്ത് LDF ഗവൺമെന്റ് കണ്ടുപിടിച്ച് LDF ഗവൺമെന്റ് നോട്ടീസ് കൊടുത്താണ്. ആ നോട്ടീസ് കൊടുത്തത് പിന്നീട് അത് മരവിപ്പിക്കപ്പെട്ടു. ആ മരവിപ്പിക്കപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് കൂടി ഈ GSTയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും. അതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നുള്ള കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് GST വകുപ്പ് അത് അന്വേഷിക്കും. കാരണം സർക്കാരിന് 22 കോടി രൂപയിലധികം നഷ്ടമുണ്ടായിട്ടുണ്ട്. അതല്ല, നമ്മളത് അന്വേഷിച്ചിട്ടല്ലേ നമ്മളത് നടപടിയെടുത്താലേ കേന്ദ്ര ഏജൻസിയുടെ ആവശ്യമുണ്ടോ ഇല്ലെന്ന് നമ്മൾ അന്വേഷണം നടത്താൻ GSTയുടെ അന്വേഷണം നടക്കുന്നു. മറ്റ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ
അവർ തന്ന കായിക വകുപ്പ് തന്ന പരാതി ഞങ്ങളുടെ പരിശോധന പൂർത്തിയായി, തീരുമാനം പ്രഖ്യാപിക്കും. ഞാൻ ഇതിന്റെ ട്രാൻസ്ഫറിന്റെ പേരിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ട് ജീവൻ നഷ്ടപ്പെടലാവില്ലല്ലോ. ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വാർത്ത ഞങ്ങൾ 18-ാം തീയതിയാണ് അധികാരത്തിൽ വരുന്നത്. 12-ാം തീയതി നടത്തിയ ട്രാൻസ്ഫറാണ്. 12-ാം തീയതി നടത്തിയ ട്രാൻസ്ഫറാണ് ഒരാൾ ആത്മഹത്യ എന്ന് പറഞ്ഞത് ഞങ്ങള്. പിന്നെ ഒരാളുടെ ആ കേസ് തന്നെ ഒരു കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്കാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഞാൻ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല, മനസ്സിലായില്ലേ? ഈ ട്രാൻസ്ഫർ ഒന്നും കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതല്ല. ക്രൂരമായ തരത്തിലുള്ള ട്രാൻസ്ഫറാണ് LDF ഗവൺമെന്റിന്റെ കാലത്ത് 10 കൊല്ലക്കാലം നടന്നത്. ഞങ്ങൾ കേസുകൾ കൊണ്ടുവരാം. ഭാര്യയെ കാസർഗോഡേക്കും ഭർത്താവിനെ തിരുവനന്തപുരത്തേക്കും ട്രാൻസ്ഫർ ചെയ്ത് കുടുംബത്തെ തന്നെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ വ്യാപകമായ തരത്തിലെ രാഷ്ട്രീയമായി ഇടപെട്ട് ട്രാൻസ്ഫർ നടത്തിയ കഥയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഗവൺമെന്റ് മാറി അധികാരത്തിൽ വരുമ്പോൾ ആവശ്യമായ ട്രാൻസ്ഫറുകൾ ഉണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. അതിന്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യമാണ്. പ്ലീസ്, ഒരു തരത്തിലുള്ള ഞാനത് ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ കേട്ടോ. എന്താണ്, ഒരു തരത്തിലും ഒരു പോസ്റ്റിംഗും നീക്കുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഈ പറയുന്ന പോസ്റ്റിംഗ് നീക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഇത് ത്രൂ ഔട്ട് കൺട്രി, ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നുണ്ട്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനത്തും. ഇവിടത്തെ മാത്രം എടുത്തിട്ട് ഞാൻ മെറ്റയോട് പറഞ്ഞു, മെറ്റ അത് എനിക്കിട്ടായിരുന്നു. മെറ്റയോട് ഞാൻ പറഞ്ഞിട്ട് മെറ്റ നീക്കിയെന്ന് പറഞ്ഞിട്ട് എന്തൊരു വില കുറഞ്ഞ പ്രചരണമാണ് കേരളത്തിൽ നടത്തിയത് എന്ന് നിങ്ങളത് വായിച്ചു നോക്കാം ആദ്യം. ഇപ്പൊ പറയുന്ന വിശദീകരണം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് അറിയാവുന്നവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. എന്താണ് ആ വിശദീകരണം? അതിന്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞതാണ് ലീഗൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സർക്കാരിന് എന്താ കാര്യം? ലീഗൽ റിക്വയർമെന്റ് എന്ന് അവര് പറഞ്ഞാണ്. അത് അവരുടെ ആൽഗരിതം അനുസരിച്ചുള്ള ലീഗൽ റിക്വയർമെന്റ് ആണ്. ലീഗൽ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ഓരോ ഓൺലൈൻ ചാനലും ഓരോ തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാണ്. ലീഗൽ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ സർക്കാർ ആവശ്യപ്പെട്ടെന്നാണ് അതിന്റെ അർത്ഥം. മെറ്റ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ എത്ര ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അത് ഇട്ടിട്ട് ഓടി. ഏതായാലും നിങ്ങൾ തന്നെ ഇട്ടിട്ട് ഓടി. എന്തൊക്കെ കഥകളാണ്, ഓരോ കഥകളാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്താൽ സർക്കാർ അതിന്റെ കൂടെ നിൽക്കാം എന്നാണ് എന്റെ വാക്ക്. അഗ്രീവ്ഡ് പാർട്ടി, സർക്കാരല്ലല്ലോ അഗ്രീവ്ഡ് പാർട്ടി നീക്കം ചെയ്ത ഓൺലൈനുകളാണ്. നിങ്ങൾ ഇട്ട പോസ്റ്റുകളാണ് മെറ്റ നീക്കം ചെയ്ത്. നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങളാണ് അഗ്രീവ്ഡ് പാർട്ടി. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നല്ല ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ അഗ്രീവ്ഡ് പാർട്ടി. നിങ്ങൾ കൊടുത്താൽ നമ്മൾ അതിന്റെ കൂടെ നിൽക്കാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളടക്കം എനിക്കെതിരെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം അത് നീക്കം ചെയ്തതിനെതിരായിട്ട് നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്താൽ അതിന്റെ കൂടെ സർക്കാർ നിൽക്കാം. അങ്ങനെ ഏതെങ്കിലും സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? എനിക്കെതിരെ എന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലിട്ട പോസ്റ്റുകളാണ്, പോസ്റ്റ്. അത് നീക്കം ചെയ്തതിനെതിരെ നിങ്ങൾ പരാതി കൊടുത്താൽ നീക്കം ചെയ്ത മെറ്റയുടെ കൂടെയല്ല, ആ പോസ്റ്റ് എന്നെ അധിക്ഷേപിക്കുന്ന പോസ്റ്റ് ഇട്ട നിങ്ങളുടെ കൂടെ നിൽക്കായി സർക്കാർ. ഇങ്ങനെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും ഇങ്ങനൊരു നിലപാടെടുത്തിട്ടില്ല. അതുകൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നന്നായിരിക്കും.